ഹായ് 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 ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നിലുള്ള വണ്ടിക്കാരൻ എന്നോട് പറഞ്ഞു നിങ്ങൾ വണ്ടി എടുത്തിട്ടൊന്ന് ഉള്ളിലേക്ക് ഇടാവുക, എന്നാൽ പിന്നെ പുള്ളിക്ക് കുറച്ച് പിറകോട്ടിടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി എടുക്കാൻ നോക്കുന്ന സമയത്ത് വീണ്ടും ബാറ്ററി ഡെഡായി, വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. മഴ പെയ്യുമ്പോഴാണ് പ്രശ്നം. ഇന്നലെ രാത്രിക്ക് ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുമ്പോൾ എന്തോ പണി കിട്ടാനുണ്ട് തോന്നുന്നത്. അന്നും മഴ പെയ്തപ്പോഴാണ് വണ്ടി സ്റ്റാർട്ടാകാതിരുന്നത്. അല്ലെങ്കിൽ ഞാൻ രാത്രിക്ക് കിടക്കാൻ നോക്കുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് കിടന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. എന്തായാലും ഷോറൂമിൻ്റെ അടുത്ത് തന്നെയായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവർ വന്നിട്ട് ചാർജ് ചെയ്യുമായിരിക്കും, ജമ്പർ അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. ഇതൊരു വിഷയമുള്ള കാര്യമെല്ലാം തോന്നുന്നു. എന്തായാലും നോക്കാം. ഇന്നും പട്ടിപ്പോസ്റ്റ് തന്നെയായിരിക്കും എന്നാണ് തോന്നണേ. കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടാകും തോന്നുന്നില്ല. ഇന്നും അത് റെഡി ആയിട്ടില്ലെങ്കിൽ ഇന്നും ഞാനിവിടെ ഇരിക്കും. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. ഇതുവരെയായിട്ട് ആ കിലോമീറ്ററിൻ്റെ ഇതിൽ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്നാണ് ഈ ഷോറൂം എന്ന് പറഞ്ഞത്. ഞാൻ കമ്പനിയിൽ വിളിച്ചു, ഫോളോവറിനെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ആൾട്ടാകാനാണ്, വെറുതെ ഇരിക്കാനാണെങ്കിൽ എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ, ഞാൻ മതിയാക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വണ്ടിയുടെ വർക്ക് മാത്രം തീർത്തിട്ട് വിളിക്ക്, ഞാൻ പ്ലാൻ ചെയ്ത് തരാം, ട്രിപ്പ് പ്ലാൻ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു നോർത്തിലേക്കൊന്നും ഈ വണ്ടി പോയില്ലേ എന്നൊക്കെ ചോദിച്ചു. എല്ലായിടത്തും പോകുന്നതാണ് പറഞ്ഞേക്കണേ. വണ്ടിയുടെ വർക്ക് തീർത്തിട്ട് വിളിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ വണ്ടിയുടെ വർക്ക് തീർക്കാൻ ഇനിയും എത്ര ദിവസം എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചെടുക്കെ തന്നെ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനാട്ടോ. രാവിലെ കഴിച്ചില്ലേ, എന്താണ് സെയിം ദോശ ഇഡലിയൊക്കെ ആയിരിക്കും കഴിക്കണേ. അറിയില്ല ഇനി എപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. വണ്ടി ചാർജ് കൂടിയില്ല. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബാറ്ററി ഡൗൺ ആവുന്ന ഇഷ്യൂ ഉണ്ട്. ഇവിടെ ചെന്നൈയിൽ എനിക്ക് കുറച്ച് മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ചെന്നൈയിൽ. അപ്പോൾ എനിക്കിവിടെ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഈ ചെന്നൈയിൽ ഇവിടെ റൂമിൽ, എൻ്റെ പഴയ റൂമിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി എടുക്കാൻ പറ്റുമോ നോക്കിയതിനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. നോക്കാം. എന്നോട് വണ്ടി എടുത്തിട്ട് ഉള്ളിലേക്ക് കയറ്റിയിടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചു വന്നിട്ടോ. ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞതാണ്. ഇനിയിപ്പം ജമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ബാറ്ററി എടുത്തിട്ട് വരുന്നുണ്ട്. ഈ സാധനം കൊണ്ടാണ് കേട്ടോ ചാർജ് ആക്കുന്നത്. ഹമ്മർ ഇത്രയും ചെറിയ സാധനം കൊണ്ടാണ് ഇത്രയും വലിയ വണ്ടിയുടെ ബാറ്ററി സ്റ്റാർട്ട് ചെയ്യാൻ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. എന്നോട് ട്രെയിലർ എടുത്തിട്ട് പിന്നെ ഏതെങ്കിലും പാർക്കിങ്ങിൽ കൊണ്ടിടാൻ പറഞ്ഞു കേട്ടോ. ഇതെപ്പോഴാണ് വർക്കൊന്നും തീരുമെന്ന് പറയാനാവില്ല. അതുകൊണ്ട് പാർക്കിങ്ങിൽ കൊണ്ടിടാൻ പറഞ്ഞു. നമ്മൾ ലോക്കായി കേട്ടോ, ലോക്കായി. പിന്നെ താഴേക്ക് പോയി, ഇത് താഴേക്ക് പോയി. ഇനി നമുക്ക് കണക്ഷനൊക്കെ കൊടുത്തിട്ട് വണ്ടി എടുക്കാം കേട്ടോ. ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെക്കാമെന്ന് വിചാരിക്കണേ. ഒരു ദിവസം 150 രൂപ കേട്ടോ പാർക്കിങ്ങിന് പൈസ പറഞ്ഞേക്കണേ. ഇവിടെ വെക്കാം. സേഫാണോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവരും പറഞ്ഞു പാർക്കിങ്ങിൽ വെച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്താ സംഭവിക്കാൻ പോണെന്നൊക്കെ കണ്ടറിയാം. ഇതോ ആ 2 ഗ്യാപ്പ് കാണില്ല, അവിടെ എവിടെയെങ്കിലും ഇട്ടോന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ. സേഫാണ്, 100% സേഫാണ് എന്നാണ് പറയണേ. അറിയില്ല, ആ ഗ്യാപ്പിലിടാം കേട്ടോ. കയറുമായിരിക്കും വണ്ടി എല്ലാം കേട്ടോ. നമ്മൾ നേരെ ആക്കിയിട്ട് കുറച്ച് മുന്നോട്ട് പോകണം. നോക്കാം.
കിട്ടുന്നില്ല കേട്ടോ. എൻ്റെ ട്രെയിലറിനെ ഞാനിവിടെ വിട്ടുകൊണ്ട് പോവാണ്. ഇതിപ്പം വണ്ടി ഒരു ചെറിയ കുഞ്ഞു കുട്ടീനെ പോലെ ഉണ്ട് കേട്ടോ, കാറൊക്കെ ഓടിക്കുന്ന പോലെയുണ്ട്. അത്രേ ഉള്ളൂ, കാറിൻ്റെ അത്ര വലിപ്പമുള്ള ട്രക്ക്. പോവാം. സമയം ഇപ്പം 11:55. നമ്മളെ വണ്ടീൻ്റെ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഗിയർ ബോക്സിന് വർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അറിയില്ല എത്ര ദിവസമായിട്ട് കിടക്കേണ്ടി വരും ഉള്ള കാര്യങ്ങളൊന്നും അറിയില്ല, നോക്കാം. എന്തായാലും വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവർ നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് അയക്കുകയാണ്. ആക്സിൽ ഷാഫ്റ്റൊക്കെ അയച്ചു കേട്ടോ. ഗിയർ ബോക്സ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗിയർ ബോക്സിന് എന്തോ കരയെ പണി വന്നിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണേ. എല്ലായിടത്തൊന്നും ഇങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് തോന്നണേ. ഇവിടെ പെർമിഷൻ ചോദിച്ചു, അവരെടുത്തോന്ന് പറഞ്ഞു. ഇതാട്ടോ പ്ലാനറ്ററി ഗിയർ ബോക്സ്. അതായത് നമ്മളെ പ്ലാനറ്ററി പോലെ തന്നെ ഒരു മെയിൻ സെൻട്രൽ ഗിയർ ബോക്സ് ഉണ്ടാവും. അതിനെ ചുറ്റിയിട്ട് ഒരുപാട് ഗിയേഴ്സും ഉണ്ടാവും. ഇതിനൊക്കെയാണ് ഗിയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഗിയേഴ്സ് ഒരു പാർട്ടിൽ നിന്ന് വേറൊരു പാർട്ടിലേക്ക് ടോർക്കും പവറൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും നോർമൽ ഗിയർ ബോക്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. പ്ലാനറ്ററി ഗിയർ ബോക്സ് എന്ന് പറയും. ഇനിയുണ്ട് ഗിയർ ബോക്സിൻ്റെ ലാസ്റ്റിലത്തെ പാർട്ട് മാത്രമാണ് ഇപ്പോൾ അയച്ചേക്കുന്നത്. ഇനി ഇവരിത് ചെക്ക് ചെയ്യായിരിക്കും, അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ മെയിൻ ഇതിനെ ചുറ്റിയിട്ട് 7 ഗിയേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ ടോട്ടൽ 7 ഗിയേഴ്സ് വരുന്നത്. അങ്ങനെ ഗിയർ ബോക്സ് അസംബ്ലി മുഴുവൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് അയച്ചുകൊണ്ടിരിക്കുക. ഞാൻ നോക്കിയിട്ട് എന്താണ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വല്ലാണ്ട് ഡിസ്റ്റർബ് ആവും. സോ ഞാൻ അധികമൊന്നും വീഡിയോ എടുക്കുന്നില്ല. ഈ കേസൊക്കെ തേയ്മാനം വന്നിട്ടുണ്ട്, മാറ്റണം എന്നാണ് കേട്ടോ പറയണേ. ഓക്കെ, നമുക്ക് നോക്കാം, ചോദിച്ചു നോക്കാം അവരോട് എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്നുള്ളത്. എൻ്റെ ഡ്രൈവേഴ്സ് ലോഞ്ച് എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞാനേ കുറച്ച് ഈ സോഫയിലൊന്ന് കയറി കിടന്നു. സമയം ഇപ്പം 4:40. ഇവിടെ പാർട്സ് അവൈലബിൾ അല്ല എന്നാണ് പറയണത്. ആ ഗിയേഴ്സ് കുറേ മാറ്റാനുണ്ട്, സിങ്ക്രണൈസറിൻ്റെ എന്തോ സംഭവം മാറ്റാനുണ്ട് എന്നൊക്കെയാണ് പറയണത്. ഇവിടെ പാർട്സ് ഇല്ല, വേറെ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് നാളെ ഉച്ചയാകുമ്പോഴൊക്കെ എത്തുള്ളൂ എന്നൊക്കെയാണ് പറയണത്, അറിയില്ല. ഇന്നെന്തായാലും ഇവിടെ പോസ്റ്റാണ്, ഇന്നലെയും പോസ്റ്റാണ്. കാര്യമായിട്ടുള്ള ഒന്നും പറയാനോ ചെയ്യാനോ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ. ഇല്ല ഇന്നും ഇവിടെ തന്നെ വെറുതെ ചുമ്മാ ഇരിക്കണം, വേറൊന്നുമില്ല. നല്ല രീതിയിൽ വട്ട് പിടിക്കുന്നുണ്ട്. സമയം ഇപ്പം 4 മണിയായിട്ടോ. രാവിലെ കൊതുക് അടിച്ചിട്ട് ഉറങ്ങാൻ പറ്റണില്ല. കൊതുക് അടിക്കുമ്പോൾ ഗ്ലാസ് കയറ്റണം. ഗ്ലാസ് കയറ്റുമ്പോൾ ചൂടെടുക്കണം. ആകെപ്പാട് അവസ്ഥയാണ്. ഡ്രൈവേഴ്സ് ലോഞ്ചിൽ കൊതുക് അടിച്ചിട്ട് കിടക്കാൻ പറ്റായിട്ടാണ് ഞാൻ വണ്ടിയിലേക്ക് വന്നട്ടോ. കൊതുക് ചൂട് ആകെ 1 മണിക്കൂറും കണ്ടാണ് മര്യാദയ്ക്കൊന്ന് ഉറങ്ങാൻ പറ്റിയത്. വണ്ടിക്കകത്താണെങ്കിൽ ഫാനില്ല, ചാർജില്ല, ഒന്നുമില്ല.
എല്ലാം ബാറ്ററി ഒക്കെ അയച്ചിട്ടിട്ടാണത്. ഡ്രൈവേഴ്സ് ലോഞ്ചിൽ തീരെ കിടക്കാൻ പറ്റില്ല കേട്ടോ, ആണ് വൻ കൊതുകാണ്.